നിങ്ങൾ അറിഞ്ഞായിരുന്നോ? സ്വർണ്ണവില 1 ലക്ഷം കടന്നു. അപ്പോൾ ഈ സ്വർണ്ണവില 1 ലക്ഷം കടന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ബിനിലിനോട് വിശദവിവരങ്ങൾ ചോദിച്ചാലോ? ബിനിൽ, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് 1 ലക്ഷം പിന്നിടുക എന്നത് നോക്കി നിൽക്കുകയായിരുന്നു നമ്മൾ. ഇപ്പോഴിതാ 1 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണം എന്ന മഞ്ഞ ലോഹത്തിന്റെ വില എന്താണ് വിപണിയിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ് മോത്തി. ഈ വർഷത്തിൽ തന്നെ സ്വർണ്ണവില 1 ലക്ഷം പിന്നിടുമെന്നത് വിദഗ്ധർ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നതാണ്. ആ പ്രവചനം സത്യമായിരിക്കുന്നു. ഇന്ന് പവന് 1 ലക്ഷം പിന്നിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഇന്നലെ തന്നെ ഒരു 160 രൂപ സ്വർണത്തിന് കൂടിയാൽ അത് 1 ലക്ഷം പിന്നിടുമെന്ന കാര്യം ഉറപ്പായിരുന്നു. ഇന്ന് രാവിലെ സ്വർണ്ണ വില നിശ്ചയിക്കുന്നവരുടെയൊക്കെ അവസാന വട്ട കൂടിയാലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും അവർ ഔദ്യോഗികമായി എത്രയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില എന്ന് പ്രഖ്യാപിക്കുക. പക്ഷേ ഇപ്പോൾ അവർ വ്യക്തമാക്കുന്നത് 160 രൂപ കടന്നിരിക്കുന്നു എന്നതാണ്. 1 ലക്ഷം കടന്ന് ആ പവൻ പൊള്ളുന്ന സ്വർണ്ണവില എന്ന രീതിയിലേക്ക് അതിന്റെ കാര്യങ്ങൾ പോവുകയാണ്. നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ കുതിപ്പ്, ഏറ്റവും സുരക്ഷിതമായൊരു നിക്ഷേപം എന്ന നിലയിൽ ഈ മഞ്ഞലോഹം മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊക്കെ പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒന്നായി ഈ സ്വർണം മാറുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡോളർ അടക്കമുള്ള ഇന്ത്യൻ കറൻസികളുടെയൊക്കെ തന്നെ ദുർബലപ്പെടുന്ന ഒരു സാഹചര്യം വിപണികളിലുണ്ട്. അതിനൊപ്പം ഈ മെറ്റൽ കറൻസി വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുകയാണ്. അതായത് ഗോൾഡിന് വലിയ കരുത്ത് വരുന്നു എന്നതാണ് ഈ വിപണിയിൽ നിന്നുള്ള ചാഞ്ചാട്ടങ്ങളൊക്കെ നൽകുന്ന സൂചന. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ സ്വർണ്ണവില ഇത്തരത്തിൽ വലിയൊരു കുതിപ്പിലേക്ക് തന്നെ വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് പൊന്ന് 1 ലക്ഷം പിന്നിട്ട് മുകളിലേക്ക് കുതിക്കുകയാണ്. നാളെ ഈ പൊന്ന് എങ്ങോട്ടേക്ക് ആണ് ഉയരുന്നത് എന്നതാണ് നമ്മളേവരെയും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. മോത്തി, ഞാൻ ഈ 2010 ഒരു പവൻ സ്വർണം ഞാൻ വാങ്ങുന്നത്. അന്ന് 13,000 രൂപയായിരുന്നു സ്വർണത്തിന്റെ വില. ഇന്ന് ആ സ്വർണത്തിന് 1 ലക്ഷം പിന്നിട്ടിരിക്കുന്നു. അതായത് കഴിഞ്ഞൊരു 15 വർഷത്തെ കണക്കെടുത്താൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഞാൻ പറഞ്ഞത്. അത്രയും വലിയ തീർച്ചയായിട്ടും ബിനിൽ, വലിയ മാറ്റം തന്നെ സ്വർണത്തിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്നു. ഒരു വർഷം തന്നെ 40,000 രൂപയൊക്കെ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വർധനവ് എത്രത്തോളം ഭീകരമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഈ വർഷം 1 ലക്ഷം കടക്കും എന്ന് പറഞ്ഞ കാര്യത്തിൽ ഒരു വ്യക്തതയിലേക്ക് വന്നിരിക്കുന്നു. 1 ലക്ഷം കടന്നിരിക്കുന്നു സ്വർണത്തിന്റെ വില.